ഹായ് ബേബി മോളെ. ഹലോ ചേച്ചി. സുന്ദരിയായിട്ടുണ്ടല്ലോ. ഇതിപ്പോ എന്താ മോശം? പറയൂ, ഇപ്പോൾ കുറേ ഇൻ്റർവ്യൂസ് ആയി, സിനിമ നല്ല ഹിറ്റായിട്ട് പോകുന്നുണ്ട്. കുമ്പളങ്ങിയുടെ വിശേഷങ്ങൾ ഇപ്പോൾ എന്താണ്? ഇപ്പം ഭയങ്കര ഹാപ്പിയാണ് അല്ലേ? ഹാപ്പി മാറിയിട്ടൊന്നുമില്ല, സന്തോഷം ഹാപ്പി തന്നെയാണ്. ഒരുപാട് പേര് റിവ്യൂസ് ആയിട്ട് വിളിച്ചു, കുറേ പേര് ക്യാരക്ടേഴ്സിനെ പറ്റി കുറേ സംസാരിച്ചു. സിനിമ ഒരുപാട് ഇഷ്ടമായി തോന്നും, അതാണ് അടിപൊളിയായിട്ട്. ഏറ്റവും മറക്കാനാവാത്തൊരു റിവ്യൂ ഏതാ? മറക്കാനാവാത്ത റിവ്യൂ സത്യനന്ദിക്കാട് വിളിച്ചു. സാർ വിളിച്ചോ? സാറ് വിളിച്ചു. അങ്കിള് കുറേ പടത്തിനെ പറ്റി ഒരുപാട് നേരം സംസാരിച്ചു പപ്പയായിട്ട്. പപ്പൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് നേരത്തെ. അപ്പം സത്യനന്ദികളും പപ്പയും കൂടി സിനിമയുടെ കാര്യങ്ങൾ ഇങ്ങനെ ഓരോരോ സീൻ ബൈ സീൻ പറഞ്ഞ് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. ബേബി മോളെയും സിമീനൊക്കെ ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. അത് ഭയങ്കര അടിപൊളിയായിരുന്നു. വേറെ പിന്നെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരുപാട് പേര് വിളിച്ചു. എല്ലാവർക്കും നല്ല അഭിപ്രായം, എല്ലാവരും ഒരേ അഭിപ്രായമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സിനിമ, ഭയങ്കര ഫ്രഷ് ആയിട്ട്. വിളിച്ച എല്ലാവരും നേരത്തെ അറിയാമായിരുന്നോ? ഒട്ടുമിക്കവരും അറിയുന്നവരും അറിയാത്തവരും ഒക്കെ വിളിച്ചു. അപ്പോൾ പപ്പേനെ ജസ്റ്റ് പരിചയമുള്ളവരും എന്നെ ജസ്റ്റ് പരിചയമുള്ളവരും പിന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് അറിയുന്നവരൊക്കെ വിളിച്ചു. പിന്നെ അല്ലാണ്ട് തന്നെ നമുക്ക് അറിയാത്ത കുറേ പേരും സിനിമ ഇഷ്ടപ്പെട്ടിട്ട് വിളിച്ച് സംസാരിച്ചു. അടിപൊളിയാണ്. റിവ്യൂസ് ഒക്കെ എങ്ങനെയാണ്? ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും ഈ ഒരു നല്ലൊരു ടീമിനെ പ്രേക്ഷകരെല്ലാവരും കാത്തിരുന്നത് തന്നെ കിട്ടിയെന്ന് പറയുന്നുണ്ട് അവരെല്ലാവരും. അപ്പം എല്ലാവരെയും പോലെ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ഗ്രേസിന് ഓർമ്മയുള്ളത് മറ്റേ ഹാപ്പി വെഡിങ്ങിലെ ഒരു കോമഡി സീനുണ്ട്. ഞങ്ങളൊക്കെ ഫ്രണ്ട്സൊക്കെ എപ്പോഴും സംസാരിക്കുന്ന ഒരു സീനാണ്. അപ്പോൾ ഗ്രേസിന് എനിക്ക് അങ്ങനെ ഓർമ്മയുള്ളൂ. അപ്പോൾ അത്രയും ഹ്യൂമർ ചെയ്ത് വന്നിരിക്കുന്ന ഒരു ക്യാരക്ടറിൽ നിന്ന് സിമിയിലേക്ക് വന്നപ്പം കുറേ കൂടെ റിയലിസ്റ്റിക് ആയിട്ട് കുറച്ച് പ്രായത്തിൽ കവിഞ്ഞ ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടിനും കൂടിയുള്ള ഡിഫറൻസ് എന്തായിരുന്നു? ഡിഫറൻസ് എന്ന് വെച്ചാൽ ഏത് ടൈപ്പ് ആണെങ്കിലും നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് നമ്മളെ ഏൽപ്പിക്കുമ്പം അതിന് മാക്സിമം റെസ്പോൺസിബിലിറ്റി ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ശരിക്കും ആദ്യം എൻ്റെ പ്രായത്തിനേക്കാൾ ഒരുപാട് ഈ പറഞ്ഞ പോലെ പക്വതയുള്ളൊരു ക്യാരക്ടറാണ് സിമി. അപ്പം ശരിക്കും ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അറിയാലോ, മധുവേട്ടനും ശ്യാമേട്ടനും ഉള്ള വേറെ ഒരു ചിന്തകളുടെ ആവശ്യമില്ല. അതെ അതെ അതെ. അപ്പം ഹാപ്പി വെഡിങ് എൻ്റെ ആദ്യത്തെ സിനിമയായിരുന്നു. അപ്പം അതിലങ്ങനെ ഒരു ടെൻഷൻ ഒന്നും അറിയില്ലല്ലോ, ചുമ്മാ ചെല്ലുക ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കുമ്പളങ്ങിയിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ ചിന്തിക്കും, ഇത്ര നല്ല ടീം, ഇത്രയും നല്ല ആർട്ടിസ്റ്റുകൾ, അപ്പം നമ്മുടെ മാക്സിമം ചെയ്യുക എന്നുള്ളതാണ് ഏത് ക്യാരക്ടറാണെങ്കിലും. ബേബിയിലേക്ക് വന്നപ്പോൾ എന്തായിരുന്നു? ഒന്നും ചെയ്തിട്ടില്ല, എക്സ്പീരിയൻസ് ഇല്ല എന്നൊക്കെ. അപ്പോൾ എങ്ങനെയായിരുന്നു? ഗ്രേസ് പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് ഇല്ലാത്തപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, ഒന്നും അറിയാത്തതിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. അങ്ങനെ തന്നെയായിരുന്നു എനിക്ക് വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു എങ്ങനെ ചെയ്യും. ഇപ്പം ഓഡിഷൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് അല്ലാണ്ട് വേറെ ഒന്നും. ഓഡിഷൻ എന്തൊക്കെയായിരുന്നു അപ്പോൾ ചെയ്യും? ഓഡിഷൻ നമ്മൾ ഒരു കിച്ചൺ സീൻ ഉണ്ടായിരുന്നു, ബോബിയുടെ കാര്യം പറയണേ, അതുണ്ടായിരുന്നു ഓഡിഷൻ. അത് ഉണ്ണിമായ ചേച്ചി ആയിട്ടാണ്, ശ്യാമേട്ടൻ്റെ വൈഫ്, ഉണ്ണിച്ചിയുടെ കൂടെയാണ് സീൻ ചെയ്തത്. അതൊരു ഓഡിഷൻ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പ്രപ്പോസ് ചെയ്യുന്നതല്ല, ബിബിൻ ഉണ്ടല്ലോ, ബിബിനാണ് ബോബി ആയിട്ട് ചെയ്തത്, അസിസ്റ്റന്റ് ഡയറക്ടർ ബിബിൻ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് എൻ്റെ ബോയ് ഫ്രണ്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അങ്ങനെ ഒരു സീൻ. പിന്നെ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും കൂടി പാർക്കിൽ പോയിരിക്കുന്ന ഒരു സീൻ. അങ്ങനത്തെ കുറെ കുഞ്ഞു കുഞ്ഞു സീനുകൾ. അത് സിനിമയുടെ എക്സാക്ട് സീൻസ് ഒന്നും അല്ല, നമ്മളെങ്ങനെ ആ സിറ്റുവേഷനിൽ റെസ്പോണ്ട് ചെയ്യുന്ന അറിയാൻ വേണ്ടിയുള്ള കുറെ സീൻസ്. പിന്നെ ദിലീഷ് ചേട്ടനായിട്ട് കുറച്ച് സീനുകൾ, പോലീസ് സ്റ്റേഷൻ സീന്, നമ്മള് റിയാക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി, അങ്ങനത്തെ കുറെ സീനുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അല്ലാണ്ട് ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ചെല്ലുമ്പം എന്താ പറയുക, എല്ലാവരും ഇങ്ങനെ കാണുക, നമ്മളൊരു കാഷ്വലായിട്ട് അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുന്ന ഒരു ഫീലായിരുന്നു അവിടെ മധുവേട്ടനൊക്കെ തന്ന്. അപ്പം അങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോയി. പോണ പ്രോസസ്സിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. നമ്മൾ കൂടെ, ഞാൻ ഷെയ്ൻ്റെ കൂടെയാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ഷെയ്ൻ്റെ കുറേ പോയിന്റ്സും ഷെയ്ൻ ചെയ്യുന്ന കുറേ കാര്യങ്ങളിൽ നിന്ന് പഠിക്കാനും, പിന്നെ അതിന് ഫാദുക്ക ഓഫ്കോഴ്സ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ട് എക്സൈറ്റഡ് ആയ ഒരാളാണ്. ഫാദുക്കയുടെ കയ്യിൽ നിന്ന് ഒരുപാട് ഒന്നും പറഞ്ഞു തന്നില്ലെങ്കിൽ പോലും ഫാദുക്ക ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. എനിക്ക് ഓർമ്മ വരുന്നത് നമ്മൾ ഫൈനൽ ഫൈറ്റ് സീൻ നമ്മൾ ജനലിന്റെ ഇടയിൽ കൂടെ നോക്കിയില്ല, ഓർമ്മയുണ്ടോ? ഞങ്ങൾക്ക് ഫൈറ്റ് ഒന്നും ഇല്ലാത്ത ജനലിന്റെ അകത്ത് കൂടെ നോക്കി ഞങ്ങൾ അവിടെ പലപ്പോഴും ഓടിച്ചു വിടും. പക്ഷെ ഞാനും എന്നെ എപ്പോഴും പോയിട്ട് ഫൈറ്റിങ് നോക്കിക്കൊടും. മാസ്റ്റർ അവിടെ വന്ന് ഒരു റിഹേഴ്സൽ ചെയ്യും, ഞാനും എന്നെ ഇത് തന്നെയായിരുന്നു. ഏറ്റവും മറക്കാനാവാത്ത ഒരു രാത്രി ഏതായിരുന്നു? നമുക്ക് കുറേ രാത്രി ഉണ്ടല്ലോ നമുക്ക്.
പോപ്സിന്റെ കല്യാണം അതായിരുന്നു ഏറ്റവും അടിപൊളി. ശരിക്കും ഒരു അടിപൊളി കല്യാണം കൂടുന്ന ഒരു ഫീൽ. നാട്ടിൻപുറത്തെ ഒരു കല്യാണം, പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നമ്മുടെ ഷീല ചേച്ചി ഉണ്ടായിരുന്നു. ഷീല ചേച്ചിയുടെ ഡാൻസ്, ചേച്ചിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലേ? ഷീല ചേച്ചി അടിപൊളിയാണ്, ഭയങ്കര സ്നേഹമുള്ള ആൾ. അതിൽ ഭയങ്കര ഒതുങ്ങിയ ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്, ഒരു മെച്ചുവർ ആയിട്ടുള്ള ഒരു അമ്മയുടെ ഒരു റോള്. പക്ഷെ ഷീല ചേച്ചി ആക്ച്വലി ഒരു എന്താ പറയുക ഡപ്പാങ്കുത്ത് അടിച്ചുപൊളിയായിട്ടുള്ള ഒരു ചേച്ചിയാണ്. തമിഴ് ആർട്ടിസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഷീല എന്നാണ് പേര് ചേച്ചിയുടെ. അടിപൊളിയായിരുന്നു. ഒരുപാട് നമ്മളെ കൂടെ പാട്ടൊക്കെ പാടി ഡാൻസ് കളിച്ച് ഭയങ്കര ലൈവായിട്ട് പോകുന്ന ആളാണ്. പിന്നെ എന്തായിരുന്നു നമ്മുടെ ഇവിടെ ഓർമ്മകളുള്ള ദിവസങ്ങൾ? പിന്നെ നമ്മളുടെ ഷമ്മിയുടെ കോമ്പിനേഷൻസ് എല്ലാം ആ രാത്രികളൊന്നും മറക്കാൻ പറ്റത്തില്ല. പിന്നെ അവസാനത്തെ കട്ടിൽ കിട്ടിയിട്ടുണ്ട്. അതെ 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 അതെ, അതൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ചോദിച്ചു ശരിക്കും നിങ്ങൾ കെട്ടിയിട്ടാണെന്ന് പറഞ്ഞു കൊടുക്ക്. പിന്നെ അല്ലാതെ കുറെ നേരം കഷ്ടപ്പെട്ട് കട്ടിൻ്റെ അടി കിടക്കേണ്ടി വന്നു. അതെ അതെ അതെ, പക്ഷെ അത് ഭയങ്കര ലൈവായിട്ട് അത് ചെയ്യാൻ പറ്റി. ആ ഫീൽ ശരിക്കും വേദനയൊക്കെ ശരിക്കും ഞാൻ ശരിക്കും വേനെടുത്തു. പക്ഷെ അടിപൊളിയായിട്ട് വന്നു. ഫഹദ്ക്കയുടെ എനിക്ക് തോന്നുന്നു ചെയ്തിരിക്കുന്ന ഏറ്റവും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. ഇത്രയും നാളിപ്പോ മഹേഷ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഫഹദ്ക്കനോട് ഒരുപാട് സ്നേഹം തോന്നും, വരത്തും കാണുമ്പോൾ ഭയങ്കര ആരാധന തോന്നും. ഷമ്മി കാണുമ്പോൾ നമുക്ക് പേടിയാ തോന്നണം. ഫഹദ്ക്ക് എന്താണ് ഇങ്ങനെയെന്ന് ആലോചിക്കുന്ന ഒരു ചോദിക്കട്ടെ, ഷമ്മിയെ പോലുള്ള ഒരു ഫ്യൂച്ചർ ഹസ്ബൻഡിനെ കിട്ടിയ ഹസ്ബൻഡോ ആളിനെ തന്നെ സഹിക്കാൻ പറ്റില്ല. ഹസ്ബൻഡ് പറ്റില്ല, ഞാൻ മതി ബോബിനെ മതി. ബോബി അടിപൊളിയാണ് അല്ലേ? സൂപ്പറാ. ബോബി പോലെയാണെങ്കിൽ കുഴപ്പമില്ല, അടിപൊളിയാണ്, സഹിക്കാം. ബോബിയെ പോലെ അല്ലേ എല്ലാരും ഉണ്ട്. കുറച്ച് കഴിഞ്ഞ് ജോലി വേണ്ട അങ്ങനെയല്ല, കുറച്ച് ജോലിയുടെ അല്ല. ഇപ്പൊ ബോബി എന്നുള്ളൊരു ക്യാരക്ടർ എനിക്ക് അതുകൊണ്ട് ബേബിനെ എനിക്ക് അത്ര ഇഷ്ടം. ഇപ്പൊ പൊതുവേ ഇപ്പൊ നമ്മള് എവിടെയാണെങ്കിലും അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആരും എങ്ങനെയാണ് അങ്ങനത്തെ ഒരു വീട്ടിലേക്ക് ജോലി ഇല്ലാത്ത ഒരാള് ഒരു പെൺകുട്ടി എങ്ങനെ പോകും, അതെങ്ങനെ ഡിസൈഡ് ചെയ്യും, നമ്മളെല്ലാവരും അയ്യോ എങ്ങനെയാണെന്നൊക്കെ ആലോചിക്കും. ഞാനും ആദ്യ ക്യാരക്ടറിന്റെ ഇതിന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഇത്ര നല്ല വീട്ടിൽ നിന്ന് ബേബിക്ക് ആ വീട്ടിൽ പോകാനായിട്ട് എന്താണ് എന്നൊക്കെ നമ്മൾ ആലോചിക്കും. പക്ഷെ ശരിക്കും ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോബിയുടെ മനസ്സിലുള്ള നന്മ ശരിക്കും കാണുന്നത് ബേബിയാണ്. അപ്പം അത് റെക്കഗ്നൈസ് ചെയ്ത് പോകുന്ന ഒരു ലേഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോബി കുറച്ച് കഴിയുമ്പം ആ ഒരു കാര്യം കൊണ്ട് മാറാനും റെഡി ആവുന്നുണ്ട്. അത് ബോബി മാത്രമല്ല സജി ആണെങ്കിലും അവർ ആ വീട്ടിലെല്ലാവരും നല്ല മനസ്സുള്ള ആൾക്കാരായത് കാരണം അവരുടെ ലൈഫ് അവർ മാറ്റാനായിട്ട് റെഡിയാണ്. അങ്ങനത്തെ ആൾക്കാരല്ലേ നമുക്ക് ലൈഫിൽ എപ്പോഴും വേണ്ടേ, നമ്മൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ നല്ലൊരു കാര്യത്തിന് വേണ്ടി ചേഞ്ച് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ള ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ബേബിയുടെ ഡിസിഷൻ വളരെ ശരിയാണ്. അതെ, എനിക്ക് കുഴപ്പമില്ല, എൻ്റെ അനിയത്തി അങ്ങ് പറഞ്ഞു വിട്ടാൽ കുഴപ്പമില്ല. അതെ, ക്രീസിന് ഷമ്മിനെ പോലത്തെ ഒരു ഹസ്ബൻഡ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ ഇനി സഹിച്ച് നിൽക്കില്ല, ഞാൻ നേരെ ഉള്ളത് പറയാം. എനിക്ക് പറ്റത്തില്ല, എനിക്ക് പെർഫോം ചെയ്യുമ്പോൾ തന്നെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പൊ എങ്ങനെ ജീവിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒരുപാട് ഉണ്ടാവുമായിരിക്കും, കുറെ സിനിമമാർ ഇതുപോലെ സഹിക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ എന്താല്ലേ, പാടല്ലേ, കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടാണ്, പറ്റത്തില്ല. പിന്നെ കുമ്പളങ്ങി പിന്നെ പോയിരുന്നോ? ഇല്ല, ഞാൻ പോയിട്ടില്ല. എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ സെറ്റില് സജിയുടെ വീട്ടിൽ പോകണമെന്നാണ് ആഗ്രഹം. അതെ, നല്ല ഭയങ്കര രസമുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് കുമ്പളങ്ങി. മൊത്തത്തിൽ അങ്ങനെയാണ്, ഒരുപാട് സ്നേഹമുള്ള ആൾക്കാർ. ഒരുപാട് കുമ്പളങ്ങിക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് ഇപ്പൊ അഭിമാനം തോന്നുന്നു. കുമ്പളങ്ങി പറയാനായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനമാണ്, അത് തന്നെ ഒരു വലിയ വിജയമാണ്. ശരിയാ. പിന്നെ ശ്യാമേട്ടനെയും മധുവേട്ടനെയും ദിലീഷ് ഏട്ടനെ പറ്റി? ദിലീഷ് ചേട്ടനെ പറ്റി തോന്നുന്നു. ദിലീഷ് ചേട്ടനാണ് ആക്ടിങ്ങിന്റെ 1-on-1 എക്സ്പീരിയൻസ് ഒക്കെ ഞങ്ങൾക്ക് ട്രെയിനിങ്ങോടെ തന്നത്. യൂണിവേഴ്സിറ്റിയാണ്. അതെ, ഒരു യൂണിവേഴ്സിറ്റി പ്രസ്ഥാനമാണ്. ദിലീഷ് ചേട്ടന്റെ ആ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ രണ്ടുപേരെ ഓരോ സീൻ ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം ഓർക്കുന്നത് ഇപ്പൊ നമ്മളോട് ഇമോഷൻ എങ്ങനെ പ്രോസസ് ചെയ്യണം, അതിലേക്ക് എങ്ങനെ വരണം എന്നുള്ള ഒരു കാര്യം ദിലീഷ് ചേട്ടന് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. പിന്നെ എല്ലാവരുടെയും മേളില് ഒരു കണ്ണുണ്ട് ദിലീഷ് ചേട്ടന്. ഇടയ്ക്കൊക്കെ വന്ന് എല്ലാം ഇങ്ങനെ പോകുന്നു എന്നൊക്കെ നമ്മൾ ഒരു ഓൾറൗണ്ടറായിട്ട് നിൽക്കുന്ന ദിലീഷ് ചേട്ടനാണ്. പിന്നെ മധുവായിട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും പേഷ്യൻസ് ഉള്ള ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എപ്പോഴും ചിരിച്ച് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്കത് റെഡിയാക്കാം, പോസിറ്റീവായിട്ട് തന്നെ നിന്ന്. എനിക്ക് തോന്നുന്നു ആ സിനിമയിലെ ത്രൂ ഔട്ട് പോസിറ്റിവിറ്റി മധുവായിട്ടന്റെ ആ ഒരു കഴിവുണ്ടാകും. പിന്നെ എന്താണ് വേണ്ടതെന്നുള്ളത് മധുവായിട്ട് ക്ലിയർ ആയിട്ട് അറിയാം. നമ്മൾ ആ സീനിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ എല്ലാം ആ ഫ്രെയിമിൽ ഒന്നും ആക്സിഡന്റൽ അല്ല, എല്ലാത്തിനും അവർ കൃത്യമായി ആലോചിച്ച് തീരുമാനിച്ച ഒരു സാധനമാണ്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ മധുവായിട്ടൻ ബ്രില്യൻ്റ് ആയിട്ട് ഈ പരിപാടികൾ ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. ശ്യാമേട്ടനെ പിന്നെ നമ്മൾ പറയാണ്ട് തന്നെ ഇപ്പം എല്ലാവർക്കും അറിയാം. ശ്യാമേട്ടൻ്റെ നമ്മളെപ്പോഴും ഒരു സീൻ തുടങ്ങുന്നതിന് മുമ്പ് ശ്യാമേട്ടൻ വിളിക്കുമ്പോൾ ഇതാണ് ഇപ്പോഴത്തെ സീൻ,
ഇല്ല. അപ്പൊ ഇങ്ങനെയാണ് സിമി. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയിപ്പിച്ച് നോക്കിയിട്ടില്ലേ? നിങ്ങൾ സംസാരിക്കുന്ന പോലെ, നിങ്ങളിപ്പോ സംസാരിക്കുന്ന പോലെ തന്നെ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് എത്രത്തോളം നമ്മളെ നാച്ചുറൽ ആക്കാൻ പറ്റുമോ ഞങ്ങളെ ഇരുത്തിയിട്ട് അന്ന പറ, ഗ്രേസ് പറയുന്ന പറഞ്ഞ ഓപ്പോസിറ്റ് പുള്ളി ഇരുന്നിട്ട് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു നോക്കും. ഇപ്പൊ നമ്മൾ ചിലപ്പോ എന്തെങ്കിലും ഒരു വാക്കൊക്കെ നമ്മൾ ആഡ് ചെയ്യും. എന്തിനാ അങ്ങനെ എന്നൊക്കെ പറഞ്ഞു, അങ്ങനെയൊക്കെ പറഞ്ഞു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഏത് വേർഡാണ് സ്ട്രെസ് ചെയ്ത് പറയേണ്ടത്, എവിടെയാണ് പോയിന്റ് കൊടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു തരും. എനിക്ക് ആദ്യമായിട്ടാട്ടോ അങ്ങനത്തെ എക്സ്പീരിയൻസ്. എന്നുവെച്ചാൽ ഒരു വേർഡ് സ്ട്രെസ് ചെയ്യുമ്പോൾ എൻ്റെ ആ സെന്റൻസിന്റെ തന്നെ ടോൺ മാറും. അപ്പം അങ്ങനെയൊക്കെ ആദ്യമായിട്ടായിരുന്നു. ഒരു ഫുൾ ക്ലാസ് ആയിരുന്നു. ത്രൂ ഔട്ട് ആ 2 months പ്രോസസ്സ് ഞങ്ങൾക്ക് ട്രെയിനിങ് ആയിരുന്നു, എങ്ങനെ ഒരു നല്ലൊരു ആക്ടർ ആവും. ഇനി കോൺഫിഡൻസ് ഇല്ലേ ശരിക്കും നെക്സ്റ്റ് മൂവി ചെയ്യുമ്പോൾ? അത്യാവശ്യം. എനിക്കിപ്പോ പേടി അവരില്ലാണ്ട് ഇനി എങ്ങനെ മുന്നോട്ട് പോകും. അങ്ങനെയായോ? പക്ഷെ ഇല്ല, എന്താ പറയാ, എപ്പോഴും അവരുടെ ഒരു ഗൈഡൻസ് ഉണ്ടാവും. അപ്പൊ എന്തൊരു കാര്യത്തിന് നമുക്ക് ചോദിക്കാം നമുക്ക്. അതെ, അങ്ങനത്തെ ഒരു ഫ്രീഡം ഉണ്ടാകുന്ന അതേ റെസ്പെക്റ്റും ഉണ്ട് നമുക്ക്. അങ്ങനെ ഒരു എഫെക്ഷൻ ആണ് അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഒരു ഫാമിലി പോലെ തന്നെ ഒരു. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ഒരു വലിയ ബ്ലെസ്സിങ് ആണ്. അപ്പം ഗ്രേസിന്റെ 2 ക്യാരക്ടേഴ്സാണ് ഇപ്പം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നത്. ഒരെണ്ണം ടീന ആയിട്ടുള്ള ക്യാരക്ടർ ഹാപ്പി വെഡിങ്ങില്, പിന്നെ ഈ സിമി എന്നുള്ള ക്യാരക്ടർ. അപ്പൊ ഗ്രേസ് കൂടുതൽ ഇൻക്ലൈൻ ആയിരിക്കുന്ന ഏത് ക്യാരക്ടറിലേക്കാണ്? ഗ്രേസിന്റെ ക്യാരക്ടർ ടീന തന്നെയാണ്. കാരണം കുറെ കൂടി ഏജ് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ടീന എന്ന് തോന്നുന്നു അല്ലേ? പിന്നെ അത്യാവശ്യം ചളിയൊക്കെ അടിക്കുന്നത് ഗ്രേസ് അറിയാലോ. ടീന തന്നെയാണ്. സിമി എന്നെക്കാളും ഒരുപാട് മുതിർന്നതാണ്. പിന്നെ ഒത്തിരി കൂടെ സട്ടിൽ ആയിട്ടുള്ള. അതെ അതെ അതെ, ഞാൻ അങ്ങനെ ടീനയാണ് ശരിക്കും. ഞാൻ ആ സീൻ എടുക്കുമ്പോഴും എൻ്റെ ഡയറക്ടർ അവർക്ക് പറഞ്ഞിരുന്നത് ചെയ്തോളൂ, എങ്ങനെയാ പാടുന്ന വെച്ചാൽ ചെയ്തോളൂ. ഇപ്പം ഞാനും ഷർഫിക്കയും സിജി ചേട്ടനും കൂടെ അങ്ങനെ ചെയ്തതാണ് സംഭവം. അപ്പം വന്ന് ശരിക്കും ഞാൻ എന്താണോ അത് എന്നുവെച്ചാൽ അങ്ങനെയല്ല പാട്ട് പാടുന്നത്. പക്ഷെ ടീനയാണ്. അതെ, ടീനയാണ്. നീ എങ്ങനെയാ? നീ പറ, ടീനയാണോ സിമിയാണോ നീ? ഞാനോ? ഞാൻ രണ്ടിന്റെ ഇടയിൽ നിൽക്കുന്ന ബേബിയാണ്. ബേബി വേണ്ട. ബേബി ആയിട്ട് എനിക്കിപ്പം ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. എന്നാലും പറ, ടീനയുടെ എന്തെങ്കിലും ഒരു അംശം ഉണ്ടോ? ഉറപ്പായിട്ടും ഞാനും കുറെ ചളിയൊക്കെ അടിച്ച് മാത്രമേ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ അല്ലേ. കാരണം ആ ഒരു ഏജ്, കോളേജൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു പ്രായം. സിമി ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നമ്മളുടെ അമ്മ അല്ലെങ്കിൽ നമ്മുടെ മൂത്ത ചേച്ചിമാരുടെ ഒക്കെ ഒരു. എവിടെയെങ്കിലും സിമിയെ കണ്ടിട്ടുണ്ടോ? സിമി ഉണ്ട്, ഒരുപാട് സിമിമാരുണ്ടല്ലോ നമ്മുടെ ചുറ്റിനുണ്ട്. പ്രോപ്പർലി കംപ്ലീറ്റ്ലി സിമി ആയിരിക്കില്ല, പക്ഷെ എന്നാലും കുറെ എലമെന്റ്സ് ഉണ്ട്. അതിപ്പോ അതിൽ നോക്കുന്ന എല്ലാ ക്യാരക്ടർ. ഇപ്പൊ ഷമ്മിയാണെങ്കിൽ പോലും ഷമ്മിയുടെ എലമെന്റ്സ് ഉള്ള ഒരുപാട് പേരെ നമുക്ക് അറിയാം. പിന്നെ സജി ആണെങ്കിൽ പോലും, ബോബി ആണെങ്കിലും ബേബി ആണെങ്കിലും എല്ലാ ക്യാരക്ടേഴ്സും നമ്മൾ കണ്ടെക്കുന്ന ആൾക്കാർ തന്നെയാണ്. അങ്ങനെ ആരും നമുക്ക് ഒട്ടും ഇങ്ങനെ അറിയാൻ പാടില്ലാത്ത ക്യാരക്ടേഴ്സ് ഒന്നുമില്ല. പിന്നെ പപ്പയുടെ എന്തോരം ഇൻഫ്ലുവൻസ് ഉണ്ട്? പപ്പ കുഞ്ഞിലെ തുടങ്ങി സിനിമയുടെ സെറ്റിൽ പോലും സിനിമ കാണൽ ആസ്വദിക്കലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിലേക്ക് വരുന്നുള്ളത് ഒരു ധാരണയില്ല. ഇഷ്ടമായിരുന്നു സിനിമ, ഒരുപാട് ഇഷ്ടമായിരുന്നു. പപ്പ എഴുതാനിരിക്കുമ്പോഴൊക്കെ കൂടെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് ഞങ്ങൾ വീട്ടിൽ അമ്മയും ഞാനും അനിയത്തിയൊക്കെ ആയിട്ട് എന്തെങ്കിലും കോമഡി, ഇപ്പം ചാന്തുവട്ടിലൊക്കെ എഴുതുന്ന കോമഡിയൊക്കെ പപ്പ വീട്ടിലൊക്കെ വന്ന് പറയും. പപ്പയാണ് ചാന്തുവട്ടിൽ, പപ്പ നാടകത്തിലാണ് തുടങ്ങിയത്. അപ്പം നാടകമായിരുന്നു ചാന്തുവട്ട്. അതെ, ആന്റിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നാണ്. അറബിക്കടൽ അത്ഭുതങ്ങളൊക്കെ തന്നെ നാടകമായിരുന്നു ചാന്തുവട്ട്. അതാണ് പിന്നീട് സിനിമയായിട്ട് വന്നത്. അപ്പൊ ചാന്തുവട്ട് നാടകം ചെയ്യുമ്പോൾ പപ്പയായിരുന്നു അതിൽ അഭിനയിച്ചത്, ദിലീപിന്റെ റോളായിട്ട്. പണ്ടേ തുടങ്ങി നാടകം ടൈമിൽ ഫുൾ ആക്ടിങ്ങും ഡയറക്ഷനും റൈറ്റിംഗും ഒക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോ അതുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോ എനിക്കും കുറച്ചൊക്കെ അഭിനയിക്കാൻ പറ്റും. എവിടെയോ സൗബിൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, അപ്പന്റെ അല്ലേ മോള്. പപ്പ പക്ഷെ ഭയങ്കര സർപ്രൈസ്ഡ് ആണ്. പപ്പ ഒട്ടും പ്രതീക്ഷയില്ല. പപ്പ വെച്ചപ്പോ അനിയത്തി എന്തെങ്കിലുമൊക്കെ, കാരണം അവള് നല്ല സ്മാർട്ടാണ്. അപ്പൊ അവളായിരിക്കും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ വരണേ. ഞാനിങ്ങനെ വീട്ടിലധികമൊന്നും ഇങ്ങനെ ഒന്നും ഇൻവോൾവ് ഉണ്ടാപ്പൂച്ചെന്നല്ല, പക്ഷെ അങ്ങനെ ഒരു അനിയത്തി ഭയങ്കര കോമഡിയൊക്കെ അടിച്ച് ജോളായിട്ട് നടക്കുന്ന ആളാണ്. ഞാൻ അവളുടെ കുറച്ച് താഴെയാണ് അവളുടെ എൻ്റെ ഗ്രേഡ്. അപ്പൊ ഞാൻ പപ്പ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ വന്നപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം എനിക്ക് ബേബി എന്നുള്ളത് എൻ്റെ ഒരു ഏജ് ഗ്രൂപ്പായിട്ടുള്ള ക്യാരക്ടറാണ്. പക്ഷെ സിമിയുടെ ക്യാരക്ടർ ഗ്രേസിനെക്കാളും കുറേ മുതിർന്ന ഒരു ക്യാരക്ടർ. അപ്പം അതിന് പ്രത്യേകിച്ച് പ്രിപ്പറേഷൻസിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടായിരുന്നു. കുറച്ച് വേണ്ടി വന്നിരുന്നു. എന്നെ വിളിച്ചു കഴിഞ്ഞതിന് ശേഷം എന്നോട് പറഞ്ഞത് ഇതൊക്കെയാണ്. വീട്ടിലെ അമ്മ എങ്ങനെയാണ് ഗ്രേസ് നടക്കുന്നത്, പെരുമാറുന്നത്, കിച്ചണിൽ എങ്ങനെയാണ്, പപ്പയോട് എങ്ങനെയാണ് സംസാരിക്കുന്നത്, അതൊക്കെ ഞാൻ അല്ലെങ്കിൽ തന്നെ അമ്മയെ നോക്കാറ് പോലില്ല. അപ്പോൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയൊക്കെയാണ് കുറച്ചും കൂടെ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ
മീറ്റിംഗ്സിൽ ഓരോ മീറ്റിംഗിൽ വരുമ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ അവർ പറഞ്ഞു തന്നിരുന്നു. ഓരോ മീറ്റിംഗും ശരിക്കും ഓരോ ഗ്രാഫായിരുന്നു ശരിക്കും നമുക്ക്. 5th മീറ്റിങ്ങിനാണ് പിടിവിട്ട് പോയത് ദിലീപ് സാറിൻ്റെ ക്ലാസ്സിൽ. അന്ന് ശരിക്കും പിഴിഞ്ഞെടുത്തു എന്താണെന്നുള്ള കാര്യമൊക്കെ. അന്ന് 5th മീറ്റിംഗ് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ രണ്ടുപേരും വീണ്ടും പറഞ്ഞത് കുമ്പളങ്ങിയിലേക്ക് നിങ്ങൾ രണ്ടുപേരും സെലക്ട് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് പ്രോപ്പർ എന്താണ് കഥ, എന്താണ് സിമി, എന്താണ് സിസ്റ്ററിൻ്റെ ക്യാരക്ടർ, അമ്മയുടെ ക്യാരക്ടർ, എല്ലാ ക്യാരക്ടേഴ്സിനെയും പറ്റിയും ക്ലിയർ ആയിട്ടൊരു ഗ്രാഫ് തന്നിരുന്നു അവർ. അപ്പോൾ അത് കാരണം ഇതൊക്കെ ശരിക്കും സിമിയെ ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനല്ല സിമി. ഇപ്പൊ നമ്മുടെ പടം നല്ല രീതിയിൽ ഇപ്പം എല്ലായിടത്തും ഓടുന്നുണ്ട്. ഒരുപാട് നല്ല റെസ്പോൺസുകൾ കിട്ടുന്നുണ്ട്. ഒരുപാട് ആളുകൾ കണ്ടു എന്ന് പറയുന്നുണ്ട്. ഒരുപാട് പേർക്ക് സിമീനെയും ബേബീനെയും അതുപോലെ ബാക്കി എല്ലാ ക്യാരക്ടേഴ്സിനും ഒരുപാട് ഇഷ്ടമാവുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അപ്പം അതിന് പ്രേക്ഷകരോട് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഞങ്ങൾ ഈ സിനിമയിൽ വരുമ്പം സ്പെഷ്യലി ഞാൻ പുതിയൊരാളാണ്. ഗ്രേസിൻ്റെ ഒരു എനിക്ക് തോന്നുന്നു കരിയറിലുള്ള വൺ ഓഫ് ദി ബെസ്റ്റ്, ആക്ച്വലി ബെസ്റ്റ് ആണ് അല്ലേ, ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അപ്പം ഞങ്ങൾ ഇത് മാക്സിമം നന്നാക്കുക എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളിത് മുന്നോട്ട് ചെയ്തത്. അതിലപ്പുറം വേറൊന്നും ഞങ്ങൾ ഇതിന് പ്രതീക്ഷയില്ല. പക്ഷെ അതിനേക്കാളും ഉപരിയായിട്ട് ഒരു റെസ്പോൺസ് കിട്ടുകയും ഞങ്ങളെ ശ്രദ്ധിക്കുകയും ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. കാണാത്തവരെന്തായാലും ഇനിയും പോയി കാണണം. കണ്ടവർ ഇനിയും കണ്ടാലും ഒരു കുഴപ്പമില്ല, കാണുന്നുണ്ട്. അതെ എന്തായാലും കാണണം. അതെ, കുമ്പളങ്ങി എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പേര് പറഞ്ഞു കുമ്പളങ്ങിയിലേക്ക് പോകാൻ തോന്നിയെന്ന്. അതുപോലെ തന്നെയാണ് സിനിമ. അത്രയ്ക്കും നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. നമ്മൾ എവിടെയൊക്കെ കണ്ടുപോയിട്ടുള്ള ആളുകളുണ്ട്, സാഹചര്യങ്ങളുണ്ട്. നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൊച്ചു സിനിമയാണ്. കാണുക, ആസ്വദിക്കുക.